ഖത്തറിലെ ജെനുവിൻ ഓട്ടോ സ്പെയർ പാർട്സ് രംഗത്തെ മാർക്കറ്റ് ലീഡേഴ്സായ ഗ്ലോബൽ ഓട്ടോ സ്പെയർ പാർട്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എല്ലാ വാഹനപ്രേമികൾക്കും ജെനുവിൻ ഓട്ടോ സ്പെയർ പാർട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തരാനായിട്ട് നമ്മളോട് കൂടിയുള്ളത് മിസ്റ്റർ ഡേവിസ് സിറ്റു, മാനേജിംഗ് ഡയറക്ടർ. നമസ്കാരം സർ, ഓട്ടോ പ്ലസിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹോം ഫോർ ജെനുവിൻ ഓട്ടോ പാർട്സ് എന്താണ്? ഈ ഒരു ജെനുവിൻ എന്നുകൊണ്ട് ഗ്ലോബൽ ഓട്ടോ പാർട്സ് എന്താണ് മീൻ ചെയ്യുന്നത്? കറക്റ്റ്. ഗ്ലോബൽ ഓട്ടോ പാർട്സ് ഡീൽ ചെയ്യുന്നത് എല്ലാം 100% ജെനുവിൻ ആയിട്ടുള്ള പാർട്സ് ആണ്. മീൻസ് നമ്മൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൊയോട്ട കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പാർട്സുകളുണ്ട്, ജെനുവിൻ പാർട്സ്. അതുകൂടാതെ റീപ്ലേസ്മെന്റ് പാർട്സ് ഓർ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ പാർട്സ് വരും. അത് ക്വാളിറ്റി കുറഞ്ഞ പാർട്സ് ആണ്. അത് മറ്റ് മാനുഫാക്ചറർ അല്ല, മറ്റ് ആൾക്കാർ, മറ്റ് കമ്പനികൾ സിമിലർ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്ട്സ്. അത് നമ്മൾ ഡീൽ ചെയ്യാറില്ല. നമ്മൾ ഡീൽ ചെയ്യുന്നത് 100% ജെനുവിൻ ആയിട്ടുള്ള പാർട്സ് ആണ്. ഖത്തർ പോലെ ഇത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൽ എന്ന് തൊട്ടാണ് ഗ്ലോബൽ ഓട്ടോ പാർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? ഗ്ലോബൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2002. അന്ന് നമ്മൾ ഗരാഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടാണ് ഗ്ലോബൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നമ്മൾ 2 ബ്രാൻഡുകളാണ് ഡീൽ ചെയ്തിരുന്നത്, ടൊയോട്ട ആൻഡ് നിസാൻ. പിന്നീട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ കൂടുതൽ ബ്രാൻഡ്സ് ആഡ് ചെയ്യുക ചെയ്ത് പടിപടിയായിട്ട് നമ്മൾ ബ്രാൻഡുകൾ ആഡ് ചെയ്തു. അതോടൊപ്പം നമ്മൾ നമ്പർ ഓഫ് ബ്രാഞ്ചസും ആഡ് ചെയ്തു. നമ്മൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് 25 ബ്രാഞ്ച് ഉണ്ട്. അത് ഖത്തറിൻ്റെ വേരിയസ് ലൊക്കേഷൻസിലാണ്. എങ്ങനെയാണ് ഈ 25 ബ്രാഞ്ചസിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? 25 ബ്രാഞ്ച് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ജോബ് ആക്ച്വലി. പക്ഷെ നമുക്കതിന് നല്ലൊരു ടീം ഓഫ് സ്റ്റാഫ് ഉണ്ട് ഇവിടെ. നമുക്കൊരു GM ഉണ്ട്, നിയോ ആൻ്റണി. അതുകൂടാതെ നമുക്ക് ഫൈനാൻസിൽ നമുക്ക് ജസ്റ്റിൻ, ഫൈനാൻസ് മാനേജർ, പ്ലസ് ആൾക്കൊരു 10 പേരോളം അക്കൗണ്ടൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ERP സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് അത് ബ്രൗസിങ് ചെയ്തിട്ട് നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് എവിടെ നിന്നും നമുക്കത് ബ്രൗസ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവൻ ഞാൻ ഇന്ത്യയിൽ പോയാലും ഔട്ട് ഓഫ് ഖത്തർ പോയി കഴിഞ്ഞാലും എനിക്ക് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് എവിടെ നിന്നിട്ടും ബ്രൗസ് ചെയ്ത് കയറി അന്നാന്നത്തെ റിപ്പോർട്ടുകൾ നോക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രാഞ്ചിൽ ഇരുന്നു കൊണ്ട് 25 ബ്രാഞ്ചിലെയും സ്റ്റോക്കിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. ഒരു പാർട്ട് നമ്പർ അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയർ ഹൗസിൽ എത്ര പീസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഉംസലാലിലുള്ള ബ്രാഞ്ചിൽ എത്ര പീസ് ഉണ്ട്, വക്രയിലുള്ള ബ്രാഞ്ചിൽ എത്ര പീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സെൻട്രലൈസ്ഡ് വെയർ ഹൗസിംഗ് സിസ്റ്റം, സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺട്രോളിങ് വളരെ ഈസിയാണ്. വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളവർ തന്നെ. തീർച്ചയായിട്ടും. ഞാൻ സാധാരണ നമ്മൾ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും യങ്സ്റ്റേഴ്സിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1-2 സ്റ്റാഫ് മതി. പിന്നെ നമ്മുടെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യണം അവർ ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയയിൽ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതാണ് നമ്മുടെ സക്സസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം. എത്രത്തോളം ബ്രാൻഡ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? നമ്മൾ ഗ്ലോബൽ ഓട്ടോ പാർട്സ് തുടങ്ങുമ്പോൾ നമുക്ക് 2 ബ്രാൻഡ്സ് ഉണ്ടായിരുന്നുള്ളൂ, ടൊയോട്ട ആൻഡ് നിസാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, വണ്ടിയിൽ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യും. അപ്പോൾ നോക്കിയപ്പോൾ മിത്സുബിഷി വണ്ടികൾ, പിക്കപ്പുകളും കാറുകളും പജീറോ വണ്ടികളും ഇഷ്ടംപോലെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് വി സ്റ്റാർട്ട് മിത്സുബിഷി. അങ്ങനെ നമ്മൾ മിത്സുബിഷി ആഡ് ചെയ്തു, പിന്നെ ഹോണ്ട ആഡ് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ 4 വണ്ടികളായിരുന്നു ആദ്യം. അതൊക്കെ ജപ്പാൻ വണ്ടികളാണ്, ടൊയോട്ട, നിസാൻ, ഹോണ്ട, മിത്സുബിഷി. അപ്പോൾ അതിൽ നമുക്ക് നല്ല ബിസിനസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഈ മറ്റേ ജർമ്മൻ വണ്ടികളുണ്ട്, BMW, മെർസിഡസ്, ഓഡി, വോക്സ് വാഗൻ. അതിൻ്റെയൊക്കെ നമ്മൾ ഡീലർഷിപ്പുകൾ എടുത്തു. അതുകൂടാതെ പിന്നെ അമേരിക്കൻ വണ്ടികളുണ്ട്, ജീപ്പ്, GMC, ഷവർലെ, ഫോർഡ്, അങ്ങനെ വണ്ടികൾ. അതും ഖത്തർ മാർക്കറ്റിൽ കണ്ടമാനം ഇറങ്ങി തുടങ്ങിയപ്പോൾ അതിൻ്റെയും നമ്മൾ ഡീലർഷിപ്പ് എടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ നമുക്കൊരു 40ഓളം മേജർ വണ്ടികളുടെ ഡീലർഷിപ്പുകൾ ഉണ്ട്. ഗ്ലോബൽ ഓട്ടോ പാർട്സിന്റെ മെയിൻ സപ്ലൈസ് ആരൊക്കെയാണ്? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 40 ഡീലർഷിപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. 40ഓളം ഡീലർഷിപ്പുകൾ, മേജർ ഡീലർഷിപ്പ്. അതിന് മെയിൻ സപ്ലയേഴ്സ് നമ്മൾ ആദ്യം തുടങ്ങിയത് ടൊയോട്ട, നിസാൻ. അബ്ദുൽ ഖാനിയും സാലെ അൽഹമ്മദ് അൽമാന എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഈ 2 കമ്പനികളാണ് നമ്മുടെ മെയിൻ സപ്ലയേഴ്സ്. പിന്നെ നമ്മൾ മറ്റ് ബ്രാൻഡുകളെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് മിത്സുബിഷി, ഹോണ്ട, BMW അൽഫർദാനാണ്. പിന്നെ നമുക്ക് മെർസിഡസ്, ഓഡി, ഇതൊക്കെ അൽഫർദാൻ. പിന്നെ മെർസിഡസ് നാസർ ബിൻ ഖാലിദാണ്. പിന്നെ ഫോർഡ് ഉണ്ട്, അൽമാന മോട്ടേഴ്സ്.
അങ്ങനെ ഇവരൊക്കെയാണ് നമ്മുടെ മേജർ സപ്ലയേഴ്സ്. കാരണം എല്ലാം നമ്മൾ ജെന്യുവിൻ പാർട്സ് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സോൾ ഡീലേഴ്സ് ഉണ്ട് ഈ ഓരോ വെഹിക്കിളിനും. ഇപ്പോൾ ടൊയോട്ടയ്ക്ക് അബ്ദുൽ ഖാനിയാണ് ഇവിടുത്തെ സോൾ ഡീലർ. അപ്പോൾ അവരാണ് നമ്മുടെ മെയിൻ സപ്ലയേഴ്സ്. അബ്ദുൽ ഖാനി ആൻഡ് ബ്രദേഴ്സ് AAB ഈസ് നമ്പർ 1 in Qatar for vehicle sales and after sales network. There is a word in Japanese language. It is called Kaizen, means continuous improvement or change for good. ഈ ഒരു തീമാണ് അബ്ദുൽ ഖാനി മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ദേ വിൽ അർജ് യു ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അതുകൂടാതെ അവർ വൈ AAB is highly successful because they always give importance to customer first. First stands for fairness, integrity, respect and superior performance and teamwork. In Global Auto Parts, we follow Toyota way and AAB values. Because we follow all these important values, we are easily one of the best dealers of AAB today. ഗ്ലോബൽ ഓട്ടോ പാർട്സിന്റെ വിശേഷങ്ങളും പ്രത്യേകതകളും ഇവിടെ തീരുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ട സെഗ്മെന്റായ ഓട്ടോ പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെനുവിൻ ഓട്ടോ സ്പെയർ പാർട്സ് ബ്രാൻഡ്സിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്ലോബൽ ഓട്ടോ പാർട്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമസ്കാരം സർ, ഓട്ടോ പ്ലസിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ സപ്ലയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. സപ്ലയേഴ്സിന്റെ അതേ സമയത്ത് തന്നെ ഗ്ലോബൽ ഓട്ടോ പാർട്സ് നിറയെ കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനവധി കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ വക്കൂദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കറിയാമല്ലോ പെട്രോൾ സ്റ്റേഷൻസ് ഉണ്ട്. വക്കൂദാണ് നമ്മുടെ വൺ ഓഫ് ദ മെയിൻ കസ്റ്റമേഴ്സ്. അവർക്ക് ഓൾമോസ്റ്റ് 80 സ്റ്റേഷൻസ് ഉണ്ട് വക്കൂദിന്. ഈ 80 സ്റ്റേഷൻസിലേക്കും അവർക്ക് അതിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻസ് ക്വിക്ക് ഫിറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിലേക്കൊക്കെ നമ്മൾ പാർട്സ് സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ്. പിന്നെ നമുക്ക് മേജർ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ കാർ ഡീലേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിസാൻ ആക്ച്വലി നിസാൻ്റെ പാർട്സ് അവരിൽ നിന്ന് തന്നെ വാങ്ങിക്കും. പക്ഷേ അവർ മറ്റ് വെഹിക്കിൾസ് അതർ ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഐ മീൻ നിസാൻകാർ ടൊയോട്ടയും വെഹിക്കിൾസും അതുപോലെ തന്നെ മിത്സുബിഷി വെഹിക്കിൾസും ഹോണ്ട വെഹിക്കിൾസും ഒക്കെ റിപ്പയർ ചെയ്യും അവിടെ. ആ പാർട്സ് അവർ ഗ്ലോബലിൽ നിന്നാണ് വാങ്ങിക്കുക നിസാൻ. അതുപോലെ നമുക്ക് എല്ലാ കാർ ഡീലേഴ്സും നിസാൻ, മിത്സുബിഷി, ഹോണ്ട, പിന്നെ ഡൈഹാട്സു, സുസുക്കി, ഇവരൊക്കെ മറ്റ് വെഹിക്കിൾസ് അവരുടെ വെഹിക്കിൾസ് അല്ലാതെ മറ്റു വെഹിക്കിൾസിൻ്റെ പാർട്സ് വാങ്ങിക്കുന്നത് ഗ്ലോബലിൽ നിന്നാണ്. നമ്മൾ ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബൾക്കായിട്ടാണോ അതോ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണോ കൊടുക്കുന്നത്? മെയിൻലി നമ്മൾ ബോഡി പാർട്സ് ആണ് സപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ കാർ ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ അവർക്ക് ഉള്ള റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാഫിനെ വിളിക്കും. നമ്മുടെ സ്റ്റാഫ് അവിടെ പോയി അതിൻ്റെ ഏതൊക്കെ പാർട്സാണ് റിക്വയർമെൻ്റ് എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വാങ്ങിക്കും. അങ്ങനെ അപ്പോൾ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ ഇവർക്കൊക്കെ പാർട്സ് സപ്ലൈ ചെയ്യുന്നത്. അതുകൂടാതെ വക്കൂദ് അങ്ങനെ മറ്റു ഗാരേജുകളുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ സർവീസ് സെൻറ്റേഴ്സ് ഒന്ന് വക്കൂദ്, ടൈസീർ, ബോഷ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ അവർ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. അതുകൂടാതെ നമുക്ക് മറ്റ് കണ്ടമാനം കൺസ്ട്രക്ഷൻ കമ്പനികൾ, പിന്നെ മറ്റ് ഗാരേജുകൾ, ഇത് കൂടാതെ ഈ കാർ ഡീലേഴ്സ് കൂടാതെയുള്ള കുറേ ഗാരേജുകളുണ്ട്. ഇവിടേക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അർജുൻ ഡേവിസ് പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഗ്ലോബൽ ഓട്ടോ പാർട്സിൻ്റെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ? എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഇത്രയും ചെറുപ്പത്തിൽ? ഐ മീൻ വെരി യങ് ഏജ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഓപ്പറേഷൻസ് മാനേജറായിട്ടാണ്. അപ്പോൾ എനിക്ക് പപ്പയുടെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പയുടെ സപ്പോർട്ടും പിന്നെ നമ്മുടെ GM നിയോ ആൻ്റണിയുടെ സപ്പോർട്ടും കൂടിയിട്ട് ഞാനിവിടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു. പിന്നെ പഠിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ തന്നെ ഐഡിയാസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ്, ഈ ഓഫീസിൽ നിന്നാണ് നോക്കുന്നത്. നമുക്കിവിടെ ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ പർച്ചേസിങ് സിസ്റ്റം വെച്ച് നമുക്ക് നമ്മുടെ എല്ലാ ബ്രാഞ്ചസിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും.
അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇതൊരു വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ് ഈ പർച്ചേസിങ് സിസ്റ്റം. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫൈനാൻസ് ടീമുണ്ട്. എല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സപ്പോർട്ടും ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വർക്ക് ചെയ്യാൻ. പിന്നെ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഫാദറിൻ്റെ സപ്പോർട്ടും എല്ലാം വെച്ച് നമ്മൾ നന്നായി മുന്നോട്ട് പോകണം. Assalamu alaikum, sir. Assalamu warahmatullah. Sir, there is a lot of spare parts shop nearby, right? A lot of shops. So why did you prefer Global Auto Parts specially? Actually, we don't buy from any shop. From long time, like years, we are dealing with only Global Auto Parts. It's a big company in Qatar, we know, and they have the good or the best price for us as a Customer. national and customer. Yes. Actually also we have a good relationship with the management and Global Auto Parts. They are giving us a very good prices for our cars. And not only for that, many shop, if you go, you will find some brands. But as a Qatarian citizen here, we have a lot of cars in our house, like different brands like Lexus, Toyota, Honda. We have pickups cars for our family. Yes. So you know, for Yes, of course. any consumer, when just go one place and get everything, that's enough for us, and with the Yeah. good price. So that's the best thing in Global Auto Parts, right? Yes, that's the best. Yeah. Global. The one point to get everything. Yes. Yes. All the company brands they have, from smallest, from every, and always they are ready to prepare, even if the spare parts it's not available anywhere, even in the whole country. Always they are ready to order it and bring it very quickly to us and call us in that. So it's more comfortable to us. That service and that professionalism, right? Yes. Yeah. Yes. Anyway, thank you so much, sir, for sharing your time with us. Thank you so much, sir. Thank you. വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ട സെഗ്മെന്റായ ഓട്ടോ പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെനുവിൻ ഓട്ടോ സ്പെയർ പാർട്സ് ബ്രാൻഡ്സിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്ലോബൽ ഓട്ടോ പാർട്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമസ്കാരം സർ, ഓട്ടോ പ്ലസിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ ചുരുങ്ങിയൊരു കാലയളവ് കൊണ്ട് തന്നെ ഗ്ലോബൽ ഓട്ടോ പാർട്സ് ഖത്തറിലെ ഓട്ടോ സ്പെയർ പാർട്സ് രംഗത്ത് ഒരു മാർക്കറ്റ് ലീഡറായി മാറിയിരിക്കുകയാണ്. ഈ ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബലിൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ. പിന്നെ നമ്മുടെ പാരൻസിൻ്റെ ബ്ലെസ്സിങ്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എൻ്റെ പാരൻസ്, എൻ്റെ ഫാദർ VK ടൂപ്പ് എന്നാണ് ആളുടെ പേര്. ആൾ അവിടെ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾ ചെറിയൊരു ബിസിനസ് തുടങ്ങി. അത് പിന്നീട് അത് വലിയൊരു ബിസിനസ്സായിട്ട് മാറി. അപ്പോൾ ഈ വാസ് എ വെരി സക്സസ്ഫുൾ ബിസിനസ് മാൻ. അമ്മയും വളരെ പ്രാർത്ഥനയും കാര്യങ്ങളും വളരെ ഹമ്പിളായിട്ടുള്ളൊരു ലേഡിയായിരുന്നു. അപ്പോൾ അവരുടെ അനുഗ്രഹം തീർച്ചയായിട്ടും എനിക്ക് ബിസിനസ്സിൽ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു നല്ല പാർട്ട്ണറാണ്. അപ്പോൾ ആ പാർട്ട്ണർ നമുക്ക് ഡോക്ടർ മോഹൻ തോമസ്, ആൾ വളരെ അറിയപ്പെടുന്ന ഒരു ആളാണ്. ഒരു ENT കൺസൾട്ടൻ്റാണ്, ഇവിടുത്തെ വൺ ഓഫ് ദ ലീഡിങ് ENT. അപ്പോൾ ആൾ വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആളൊരുമിച്ചാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയത്. ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ. അതുകൂടാതെ നമുക്കുള്ള ഖത്തറി പാർട്ട്ണറുണ്ട്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ അഹമ്മദ് അൽ താനി. ആളും ഇതുപോലെ വളരെയധികം നമ്മളിൽ ഭയങ്കര വിശ്വാസമാണ് ആൾക്ക്. ഞങ്ങളും അതേ രീതിയിലാണ് ആളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിന് വളരെയധികം ഇത് ചെയ്തിട്ടുണ്ട്. നിയോ ആൻ്റണി, ഗ്ലോബൽ ഓട്ടോ പാർട്സിൻ്റെ ജനറൽ മാനേജർ. ഇത് വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇവിടെ ജോയിൻ ചെയ്തു, ജനറൽ മാനേജറായിട്ട് മാറി. ആ ഒരു സക്സസ് ജേർണിയുടെ ഒരു ഭാഗമാകാൻ പറ്റി അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്? നമുക്കിപ്പോൾ 2022 വേൾഡ് കപ്പ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ജനറൽ ബൂം എന്തായാലും നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ബ്രാഞ്ചസിൻ്റെ നെറ്റ്വർക്ക് ഒന്നും കൂടി കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് റിമോട്ട് ഏരിയാസിലായിട്ട് നമുക്ക് 24 ബ്രാഞ്ചസാണ് ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി ബാക്കി നമ്മൾ എത്താത്ത ഏരിയാസിലും കൂടി നമ്മുടെ ബ്രാഞ്ചസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ക്വിക്ക് ഫിറ്റ് സെൻറ്റേഴ്സാണ്. ക്വിക്ക് ഫിറ്റ് സെൻറ്റർ ഓൾറെഡി അൽമഹ ഓട്ടോ സ്പെയർ പാർട്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സർവീസ് സെൻറ്റർ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ
അപ്പോൾ അതുപോലെ തന്നെ ക്വിക്ക് ഫിറ്റ് സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഒപ്പം പാർട്സ് കൗണ്ടറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഏരിയാസിലും കൂടി ആ നെറ്റ്വർക്ക് വൈഡ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അക്കോമഡേഷൻസ് കൂടുതലുള്ള ഏരിയാസിലാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ആക്ച്വലി അവരുടെ ഡോർ സ്റ്റെപ്പിൽ നമുക്ക് പാർട്സ് പ്ലസ് സർവീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ. ഖത്തറിലെ ജെയ്ദ ഓട്ടോമോട്ടീവ് പാർട്സ് ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജെയ്ദ ഓട്ടോമോട്ടീവ് എന്ന് പറയുന്നത് ഖത്തറിലെ ഷെവർലെ, ഇസൂസു, ഹൈൻഡായ് ഇതിൻ്റെയൊക്കെ തന്നെ സോൾ ഡീലേഴ്സാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഗ്ലോബൽ ഓട്ടോ പാർട്സ് ജെയ്ദ ഓട്ടോമോട്ടീവിൻ്റെ ആ ഒരു ജെനുവിൻ ഓട്ടോ സ്പെയർ പാർട്സിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് കൂടിയാണ്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഓട്ടോമോട്ടീവ് പാർട്സ് മാനേജർ മിസ്റ്റർ അനിൽ വർഗീസ് ആണ്. നമസ്കാരം സർ. നമസ്കാരം. ഓട്ടോ പ്ലസിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. ഗ്ലോബൽ ഓട്ടോ പാർട്സ് ആണല്ലോ ജെനുവിൻ ഓട്ടോ സ്പെയർ പാർട്സിൽ നിങ്ങളുടെ ഓതറൈസ്ഡ് ഡീലർ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് അവരുമായിട്ടുള്ള ഒരു ഡീലിങ്സ്, എങ്ങനെയാണ് ആ ഒരു ബിസിനസ് നടക്കുന്നത്? ഗ്ലോബൽ ഓട്ടോ പാർട്സും ഞങ്ങളും തമ്മിലുള്ള അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ടുള്ള അസോസിയേഷനാണ്. ഞാനും മിസ്റ്റർ ഡേവിസും തമ്മിൽ 2010 തൊട്ടുള്ള അസോസിയേഷനാണ്. അപ്പോൾ ഗ്ലോബൽ ഓട്ടോ പാർട്സ് ഞാൻ കാണുന്ന സമയത്തിൽ നിന്ന് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഖത്തർ മാർക്കറ്റിലെ തന്നെ ഒരു വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ്. മാർക്കറ്റ് ലീഡേഴ്സായി മാറിയിരിക്കുകയാണ്. അവരുടെ കീഴെ ഇല്ലാത്ത ബ്രാൻഡ്സുകളൊന്നും തന്നെ ഇല്ലിപ്പോൾ. അവർ ഞങ്ങളുടെയും ഒരു ഡീലറാണ്. അപ്പം ഞങ്ങളുടെ ഷെവർലെയും ഞങ്ങളുടെ ഹൈൻഡായുടെയും ഇസൂസുവിൻ്റെയും ഡീലറാണ്. അവരൊരു ഡീലർ മാത്രമല്ല, അവർ ഞങ്ങളുടെ ഒരു സപ്ലയർ കൂടിയാണ്. ഞങ്ങളുടെ ബോഡി ഷോപ്പിൻ്റെ മൾട്ടി ഫ്രാഞ്ചൈസ് പാർട്സുകൾ സപ്ലൈ ചെയ്യുന്നത് ഗ്ലോബൽ ഓട്ടോ പാർട്സ് ആണ്. ഡീലർ ആസ് വെൽ ആസ് സപ്ലയർ, റൈറ്റ്? ഓക്കെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ബിസിനസ് റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാൽ ഒരു 1 വേ മാത്രമല്ല, ഒരു 2 വേ റിലേഷൻഷിപ്പാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ഗ്ലോബൽ ഓട്ടോ പാർട്സിനെ ഞങ്ങളുടെ സപ്ലയറായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷണലിസമാണ്. ഞങ്ങൾ പലരെയും ഞങ്ങളുടെ സപ്ലയറായിട്ട് ഞങ്ങൾ നോക്കിയായിരുന്നു. പക്ഷേ ആർക്കും ആ ഒരു ഗ്ലോബൽ ഓട്ടോ പാർട്സിൻ്റെ പ്രൊഫഷണലിസം ലെവൽ വരെ എത്താനൊത്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഗ്ലോബൽ ഓട്ടോ പാർട്സിനെ പറ്റി ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്, അവരുടെ സർവീസിനെ പറ്റി. അതുപോലെ തന്നെ ഗ്ലോബൽ ഓട്ടോ പാർട്സ് ഇപ്പം ഞങ്ങളുടെ ഡീലേഴ്സായിട്ടിരിക്കുമ്പോൾ അവരുടെ റീച്ച് വളരെ വ്യാപകമായ റീച്ചാണ്. ഓക്കെ, അവർക്ക് പല സ്ഥലത്തും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പല സ്ഥലത്തും ബ്രാഞ്ചസ് ഉണ്ട്. അവരുടെ സെയിൽസ്മാൻമാർ മാർക്കറ്റിൽ വളരെ ആക്റ്റീവാണ്. അവർ മാർക്കറ്റിൻ്റെ എല്ലാ സ്ഥലവും കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രോഡക്ട്സിനെ എല്ലാ കോണിലും കൊണ്ടെത്തിക്കാൻ ഗ്ലോബൽ ഓട്ടോ പാർട്സിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ ഓട്ടോ പാർട്സിൻ്റെ വളർച്ചയുടെ മെയിനായിട്ടുള്ള കാരണം മിസ്റ്റർ ഡേവിസിൻ്റെ ഹാർഡ് വർക്കാണ്. തീർച്ചയായും. ഓക്കെ, മിസ്റ്റർ ഡേവിസിൻ്റെ ഹാർഡ് വർക്കും പുള്ളി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും പുള്ളിയിൽ നിന്ന് നമുക്ക് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ള നമുക്കൊരു ഷ്യൂറിറ്റി ഉണ്ട്. 2010 തൊട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും മിസ്റ്റർ ഡേവിസ് വളരെയധികം കാര്യത്തിൽ മാർക്കറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷനെ പറ്റിയും മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ പറ്റിയും ഒക്കെ ഞങ്ങളുമായിട്ടൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ മോർ ദാൻ എ ഡീലർ ദാൻ എ സപ്ലയർ, ഹി ഈസ് ഓൾസോ എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഹാർഡ് വർക്ക് ആയിരിക്കാം ഈ ഒരു പൊസിഷൻ വരെ അത് റീച്ച് ചെയ്തിരിക്കുന്നത്. യെസ് ഓഫ് കോഴ്സ് പുള്ളിയുടെയും പുള്ളിയുടെ ടീമിൻ്റെയും. തീർച്ചയായും. പുള്ളിയുടെ ടീം എന്ന് പറഞ്ഞാലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം യു കോൾ ദം, ദേ ആർ ഓൾവേസ് റെഡി ടു പിക്ക് അപ്പ് ദ ഫോൺ ആൻഡ് ടോക്ക് ടു യു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് തിങ് അബൌട്ട് ഗ്ലോബൽ ഓട്ടോ പാർട്സ്. The service is the most important thing for any organization to gain higher heights. ആ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ആ ഒരു സർവീസ് ഗ്ലോബൽ ഓട്ടോ പാർട്സ് എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ടാണ് അവർ ഇന്നത്തെ ഈ ഒരു വിജയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. Anyway, thank you so much, sir, for sharing your time with us. Thank you. Thank you very much. വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ട സെഗ്മെന്റായ ഓട്ടോ പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെനുവിൻ ഓട്ടോ സ്പെയർ പാർട്സ് ബ്രാൻഡ്സിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്ലോബൽ ഓട്ടോ പാർട്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജസ്റ്റിൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള റോള് തന്നെയാണ് അല്ലേ? അതായത് ഖത്തറിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഓട്ടോ സ്പെയർ പാർട്സ് കമ്പനി ഗ്ലോബൽ ഓട്ടോ പാർട്സിന്റെ ഫിനാൻഷ്യൽ മാനേജർ. ആ ഒരു പോസ്റ്റ്, ഹൗ ഡു യു ഫീൽ ആൻഡ് ഹൗ യു ആർ മാനേജിങ് ദാറ്റ്? ഞാനിവിടെ ജോയിൻ ചെയ്തത് 2009 ആസ് എൻ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്ത് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നിയർലി ഇപ്പോൾ 10 years ഓവറായി. ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഫൈനാൻസ് മാനേജർ എന്നുള്ള പോസ്റ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇവിടെ മീൻസ് അക്കൗണ്ടിങ് മാനേജ് ചെയ്യുന്നത് ഒരു ഒറാക്കിൾ ബേസ്ഡ്
ERP കസ്റ്റമൈസ്ഡ് ERP സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വേ ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നിയർലി 25 ബ്രാഞ്ചസ് ഉണ്ട്. അത് നമ്മൾ സിംഗിൾ പോയിന്റിൽ ഇരുന്നിട്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞങ്ങളൊരു ടീം എന്ന് പറയുന്നത് 12 മെമ്പേഴ്സുള്ള ഒരു ടീമാണ്. ആസ് എ മാനേജർ വിത്ത് എല്ലാ സ്റ്റാഫ്സും കൂടിയിട്ടാണ് നമ്മളത് കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ ഈ ERP ഞങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓൺലൈൻ ബില്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് വിത്ത് അക്കൗണ്ട്സ് ആണ്. ഇൻവെൻട്രി ഇൻ്റഗ്രേറ്റഡ് വിത്ത് അക്കൗണ്ട്സ് ആയതുകൊണ്ട് റിയൽ ടൈം ട്രാൻസാക്ഷൻ സെയിം ടൈമിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വേൾഡ് വൈഡിൽ ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവൻ ഇന്ത്യയിലായിരുന്നു പോലും ഞങ്ങൾക്കിത് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു സിസ്റ്റമാണ് ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയൽ ടൈം ട്രാൻസാക്ഷൻ നടക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഏത് സിസ്റ്റത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും മീൻസ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് എവിടെ എന്തൊക്കെയാണ് സെയിൽസ്, എന്താണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്, സ്റ്റോക്കിൻ്റെ പൊസിഷൻ എല്ലാം ഞങ്ങൾക്ക് സിംഗിൾ ഇപ്പോൾ ഒരു സെയിം പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ഞങ്ങൾക്കത് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ എല്ലാവരും കൂടി ഒരു ടീം വർക്കായിട്ട് നമ്മൾ അക്കൗണ്ട്സ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബോസ് മിസ്റ്റർ ഡേവിസ് ഉട്ടൂപ്പ് ആൾ ഈ ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. മോർ ദാൻ 25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് അക്കൗണ്ട്സ് ഫീൽഡിൽ തന്നെ സാറിനുള്ളത്. സാറിൻ്റെ കുറേ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെയുള്ള അഡ്വൈസുകളും എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ ആളുടെ നിന്നാണ് പഠിച്ചെടുത്തത്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി സാറിൻ്റെ തന്നെ വിഷനാണ് ഞങ്ങൾ ഇവിടെ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഒരു വളരെയധികം ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആളുടെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം വഴിക്ക് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു പോകുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിയ മോട്ടോഴ്സിൻ്റെ ഷോറൂമിലാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ഓട്ടോ പാർട്സിൻ്റെ സപ്ലയറും അതേസമയം തന്നെ കസ്റ്റമറുമാണ് കിയ മോട്ടോഴ്സ്. നമുക്ക് കിയ മോട്ടോഴ്സിലെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. നമുക്ക് കിയ, ആസ് all of us know, one of the best auto brands in the world. Sir, good morning. Yes, good morning. Sir, how's the Kia market in Qatar? Kia market is in Qatar is coming number 3 now. Number 3 coming. We are number 5 before. Now we are coming 4. And next year we are number 3. Promoting your... Yeah, we have altogether 4 dealer in Qatar. But the Global Auto Parts is the best dealer for the Kia parts, and their team with the supervision of Mr. Davis, chairman, they are doing very good for the parts, and we don't have any problem with them. They are increasing their business every year. Thank you so much, sir. Thank you very much. Thanks for coming. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ കിയയുടെ ഒരു ലാർജസ്റ്റ് ബോഡി വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. അതിൽ കൂടുതലായിട്ട് ഗ്ലോബൽ ഓട്ടോ പാർട്സിൻ്റെ ഒരു പ്രൊമിനൻറ്റ് കസ്റ്റമറും കൂടിയിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് മാനേജർ മിസ്റ്റർ മഹമ്മൂദ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് മഹമ്മൂദ്, how are you? Fine, how are you? Good. Mahmood, how's your business? As you see, our workshop is the biggest one in Qatar. That's great. And we are dealing for Kia cars here. We are the agency for Kia cars. And also we have in Body Shop the multi-franchise car. That means you're handling with all the other cars also. Exactly, for Body Shop, yes. Yeah. We are purchasing the parts from a global company. For multi-franchise car, we are repairing different, for the accident we are repairing multi-franchise car. Okay. Mitsubishi, Mercedes, Dodge, all another multi-franchise car. So how is your experience with Global? How is your services? Global, I'm very happy with Global. Global is a good supplier. The service fast on the time, no delay, everything okay. I'm happy with him. You're really happy with Global Auto Parts, yeah, sure. right? I'm happy with them because they are the good supplier here in Qatar. Yeah, that's why they are always number one actually. Number one for multi-franchise car, yes. Okay. Thank you so much, sir. Thank nice you. to meet you. Me too, thank you. ഖത്തറിലെ താലിബ് ഗ്രൂപ്പിന്റെ ബോഡി വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അഹമ്മദ് മാഡ്ലിയാണ് നമ്മളോടൊപ്പം. വെൽക്കം സർ. Welcome, nice to meet you. Nice to meet you too, sir. So how is your business going on? My business is car repairing for accident car. All
company work here with us with all insurance and cash job. And they work with spare parts for Global Auto Parts. And we are working the all cars, Toyota, Mercedes, BM, Nissan, all cars we repair here, body shop, So you're dealing with all the brands, right? all the plans, all. Okay. Yeah. So from where you're procuring all these genuine auto parts? And the first parts in the Global Auto Parts. I take it from there, and his good job for us, and his good deal for us also.